മെക്കാനിക്കായിട്ടല്ലേ ചെയ്യുന്നത് അല്ലേ? അപ്പൊ ആ അംബാസഡർ ഏത് മോഡലാന്ന് പറയാൻ പറ്റുമോ? നല്ല ചോദ്യം. എന്നോട് ചോദിക്കാൻ കളർക്ക് എപ്പോഴായിരുന്നു? പണ്ടായിരിക്കും അല്ലേ? 1980 മോഡൽ. എനിക്കറിയില്ല. എനിക്ക് പൊതുവെ വണ്ടികളെ കുറിച്ച് അങ്ങനെ അധികം. പക്ഷെ എന്ത് തോന്നുന്നു, ഞാൻ വളരെ വിദഗ്ധമായിട്ട് വണ്ടി നന്നാക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ലേ? അതെ, അത് 90s മാർക്ക് 4 മോഡലാണ്. ഈ സുസുവിന്റെ എഞ്ചിൻ മാറ്റിയപ്പോഴാണ് ബക്കറ്റ് സീറ്റ് ആയത്. അതുവരെ അംബാസിഡർ സിംഗിൾ സീറ്റാണ്. അത് കണ്ടു കഴിഞ്ഞാൽ അത് ബക്കറ്റ് സീറ്റാണ്. അപ്പോ ലേറ്റ് 90s അതുകൊണ്ടാണ് മെക്കാനിക്കായിട്ട് അഭിനയിക്കുന്നു. ഈ അംബാസഡറിന് ഇത്രയും ലവേഴ്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായത് ഞങ്ങൾ ഈ ഷൂട്ട് സമയത്താണ്. നമ്മൾ ഈ ഷൂട്ടിന് വണ്ടി എടുത്ത് ഇതൊരു ബ്ലാക്ക് നല്ല ഭംഗിയിൽ വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു റിലേറ്റീവിന്റെ വണ്ടി തന്നെയാണ്. അപ്പൊ അദ്ദേഹം ഈ വണ്ടി പുറത്തേക്ക് ഇറങ്ങി ഷൂട്ട് നടക്കണ കാണുമ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് വണ്ടി ഏതാ ഇങ്ങനെ അത്രയും ഭയങ്കര സപ്പോർട്ട്. അപ്പൊ നമ്മൾ ആക്ടറെയാണ് നോക്കണത്, ആരെയും നോക്കണം, പക്ഷെ അവർ നോക്കണതെല്ലാം വണ്ടീനെയാണ്. അപ്പൊ അംബാസഡർ എന്ന് പറഞ്ഞ വണ്ടിക്ക് ഇത്രയും ലവേഴ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഷൂട്ട് സമയത്ത് ശരിക്കും മനസ്സിലാക്കിയത്. അംബാസഡറിന്റെ ലാൻഡ് മാസ്റ്റർ എന്ന് പറഞ്ഞൊരു പഴയ ഒരു കാറിന്റെ ഇന്ത്യൻ വേർഷനാണ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഇറക്കിയ അംബാസഡർ. ലാൻഡ് മാസ്റ്റർ കമ്പനി അടച്ചു കൂട്ടി, അംബാസഡർ നിർത്തി, പ്രൊഡക്ഷൻ നിർത്തി. അത് കഴിഞ്ഞ് 2000 കഴിഞ്ഞിട്ട് UK ആകെ ഓർഡർ ചെയ്തിട്ടുള്ള ഇന്ത്യൻ കാർ അംബാസഡറാണ്. ഞങ്ങളുടെ വിക്കിപീഡിയ ഇൻട്രസ്റ്റ്. അല്ല, നമ്മുടെ സ്ക്രിപ്റ്റിന്റെ സമയത്ത് സാറിനായിട്ടൊന്നും ഞാൻ കണ്ടുപിടിയിരുന്നെങ്കിൽ ഇതൊക്കെ അതിൽ എഴുതായിരുന്നു. ഡയലോഗേ പറഞ്ഞിരുന്നു. നമ്മളിവിടെ ചർച്ച ചെയ്തപ്പോ ഡയറക്ടറോട് ചോദിച്ചു, ബാക്കിയുള്ളവരൊക്കെ കുറെ ചോദിച്ചപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ചോദ്യങ്ങൾ വളരെ കുറവായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് എന്ത് വിഷയത്തിനെ കുറിച്ച് ചോദിച്ചാലും പറയാൻ പറ്റുന്ന ഒരു ഡിക്ഷണറി അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ്. അത് എത്ര പുസ്തകം എഴുതിയിട്ടുള്ളത്? 84 പുസ്തകം എഴുതിയിട്ടുള്ള ഒരാളാണ്. അതുപോലെ എത്ര ഭാഷയാണ് സംസാരിക്കുന്നത്? 6 ഭാഷ എഴുതാനും വായിക്കാനൊക്കെ ഫ്ലുവൻ്റ് ആയിട്ട് അറിയുന്ന അങ്ങനത്തെ. നിങ്ങൾ എന്ത് സംശയം ചോദിച്ചോ. ഞങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്ത്, ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ചർച്ച തുടങ്ങി കഴിഞ്ഞാൽ അത് നിൽക്കില്ല. കാരണം അതിന്റെ ഒരു അത്രയും ഒരു വലിയ മനുഷ്യനാണ്. അപ്പൊ നമുക്ക് സിനിമയിലേക്ക് വന്നു എന്നുള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചോദ്യം വേണമെങ്കിൽ ചോദിച്ചു നോക്കൂ, ഏത് വിഷയത്തിനോട് ചോദിച്ചു നോക്കിയോ ഉത്തരം കിട്ടും.